മാത്സ് കമ്പനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ ജോഡികൾ എന്ന ഭാഗമാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് 78ാമത്തെ പേജിലെ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം, 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത എന്താണ്? ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ്? 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. അതായത് ആകെ കുട്ടികളുടെ എണ്ണം 50 ആണ്. അതുപോലെ 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമാണുള്ളത്. അതായത് ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ്. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ തിരഞ്ഞെടുത്താൽ ഒരു ജോഡി കുട്ടികൾ കിട്ടും. ആദ്യം നമുക്ക് ആകെ എത്ര ജോഡികളുണ്ട് എന്ന് കാണാം. 10A ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 10B ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അപ്പോൾ ആകെ ജോഡികളുടെ എണ്ണം 50 × 40 അഥവാ 2000 ആണ്. ഇനി രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത കാണണം. അതിന് രണ്ടും പെൺകുട്ടികളായ ജോഡികളുടെ എണ്ണം കാണണം. 10A ക്ലാസ്സിൽ 20 പെൺകുട്ടികളുണ്ട്. 10B ക്ലാസ്സിൽ 25 പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് രണ്ടും പെൺകുട്ടികളായ ജോഡികളുടെ എണ്ണം 20 × 25 അഥവാ 500 ആണ്. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത രണ്ടും പെൺകുട്ടികളായ ജോഡികളുടെ എണ്ണം ബൈ ആകെ ജോഡികളുടെ എണ്ണമാണ്. അതായത് 500/2000. ചുരുക്കിയാൽ 1/4 എന്ന് കിട്ടും. അതായത് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത 1/4 ആണ്. ഇനി രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത കാണാം. അതിന് രണ്ടും ആൺകുട്ടികളായ ജോഡികളുടെ എണ്ണം കാണണം. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളുണ്ട്. അപ്പോൾ രണ്ടും ആൺകുട്ടികളായ ജോഡികളുടെ എണ്ണം 30 × 15 അഥവാ 450 ആണ്. രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത രണ്ടും ആൺകുട്ടികളായ ജോഡികളുടെ എണ്ണം ബൈ ആകെ ജോഡികളുടെ എണ്ണം അഥവാ 450/2000 ആണ്. പൂജ്യങ്ങൾ ചുരുക്കാം. 9 × 5 45, 40 × 5 200. ചുരുക്കിയാൽ 9/40 എന്ന് കിട്ടും. അതായത് രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത 9/40 ആണ്. ഇനി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുള്ള ജോഡികളുടെ എണ്ണം കാണണം. ഈ ജോഡികളൊക്കെ പരിശോധിച്ചാൽ അവയെ 3 ഗ്രൂപ്പുകളായി തിരിക്കാം. ഒന്ന്, രണ്ടും ആൺകുട്ടികളായ ജോഡികൾ. രണ്ടാമത്തേത് രണ്ടും പെൺകുട്ടികളായ ജോഡികൾ. മൂന്നാമത്തേത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ള ജോഡികൾ. ഏത് ജോഡി എടുത്താലും ഈ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതുകൊണ്ട് ആകെ ജോഡികളുടെ എണ്ണം എന്നത് രണ്ടും ആൺകുട്ടികളായ ജോഡികളുടെ എണ്ണം പ്ലസ് രണ്ടും പെൺകുട്ടികളായ ജോഡികളുടെ എണ്ണം പ്ലസ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുള്ള ജോഡികളുടെ എണ്ണം ആണ്. ഇവിടെ രണ്ടും ആൺകുട്ടികളായ ജോഡികളുടെ എണ്ണം 450 ആണ്. രണ്ടും പെൺകുട്ടികളായ ജോഡികളുടെ എണ്ണം 500 ആണ്. രണ്ടും കൂട്ടിയാൽ 950 കിട്ടും. അതായത് 950 ജോഡികളിൽ ഒന്നുകിൽ രണ്ടും ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ രണ്ടും പെൺകുട്ടികളാണ്. ആകെ 2000 ജോഡികളുണ്ട്. ബാക്കിയുള്ള 1050 ജോഡികളിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരിക്കും. അതുകൊണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുള്ള ജോഡികളുടെ എണ്ണം ബൈ ആകെ ജോഡികളുടെ എണ്ണം. പൂജ്യങ്ങൾ ചുരുക്കാം. 21 × 5 105, 40 × 5 200. ചുരുക്കിയാൽ 21/40 എന്ന് കിട്ടും. അതായത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാവാനുള്ള സാധ്യത 21/40 ആണ്. ഇനി ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത കാണണം. അതിന് ഒരാൺകുട്ടിയെങ്കിലുമുള്ള ജോഡികളുടെ എണ്ണം കാണണം. ഒരാൺകുട്ടിയെങ്കിലുമുള്ള ജോഡികൾ എന്നാൽ ഒരാൺകുട്ടിയുള്ള ജോഡികളാവാം, രണ്ടും ആൺകുട്ടികളായ ജോഡികളും ആവാം. എന്നാൽ ഒരാൺകുട്ടിയും ഇല്ലാത്ത ജോഡികൾ പറ്റില്ല. അതായത് രണ്ടും പെൺകുട്ടികളായ ജോഡികൾ പറ്റില്ല. ഇവിടെ 500 ജോഡികളിൽ രണ്ടും പെൺകുട്ടികളാണ്. ബാക്കിയുള്ള 1500 ജോഡികളിൽ ഒരാൺകുട്ടിയോ രണ്ടാൺകുട്ടികളോ ഉണ്ടാവും. അതായത് ഒരാൺകുട്ടിയെങ്കിലും ഉള്ള ജോഡികളുടെ എണ്ണം 1500 ആണ്. അതുകൊണ്ട്
ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത 1500/2000 അഥവാ 3/4 ആണ്. രണ്ടാമത്തെ ചോദ്യം, ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യം ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം കാണാം. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 ആണ്. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9 ആണ്. അതുകൊണ്ട് ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 99 - 9 അഥവാ 90 ആണ്. ഇനി ഈ 90 രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യകളുടെ എണ്ണം കാണാം. 11, 22, 33, 44, 55, 66, 77, 88, 99. ഇങ്ങനെ 9 സംഖ്യകളിൽ രണ്ടക്കങ്ങളും തുല്യമാണ്. അതുകൊണ്ട് രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യകളുടെ എണ്ണം ആകെ സംഖ്യകളുടെ എണ്ണം അഥവാ 9/90 ആണ്. ചുരുക്കിയാൽ 1/10 എന്ന് കിട്ടും. അതായത് രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത 1/10 ആണ്. ഇനി ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത കാണണം. അതിന് ആദ്യത്തെ അക്കം വലുതായ എത്ര സംഖ്യകളുണ്ട് എന്ന് കാണണം. ഈ 90 രണ്ടക്ക സംഖ്യകളെ നമുക്ക് 9 ഗ്രൂപ്പുകളാക്കാം. 10 മുതൽ 19 വരെ ഒരു ഗ്രൂപ്പ്, 20 മുതൽ 29 വരെ രണ്ടാമത്തെ ഗ്രൂപ്പ്, 30 മുതൽ 39 വരെ മൂന്നാമത്തെ ഗ്രൂപ്പ് എന്നിങ്ങനെ 90 മുതൽ 99 വരെ അവസാനത്തെ ഗ്രൂപ്പ്. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് പരിഗണിക്കാം. 10, 11, 12, 13, 14, 15, 16, 17, 18, 19. ഇതിൽ രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യയാണ് 11. അതിനേക്കാൾ ചെറിയ ഒരു സംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ, 10. അതിൽ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാണ്. 11നേക്കാൾ വലുതായ സംഖ്യകളിലെല്ലാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ്. അതായത് 10 മുതൽ 19 വരെയുള്ള ഗ്രൂപ്പ് പരിഗണിച്ചാൽ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഇനി 20 മുതൽ 29 വരെയുള്ള സംഖ്യകളടങ്ങുന്ന ഗ്രൂപ്പ് പരിശോധിച്ചു നോക്കാം. ഇവിടെ രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യ 22 ആണ്. അതിൽ ചെറിയ രണ്ട് സംഖ്യകളുണ്ട്, 20ഉം 21ഉം. ഈ രണ്ട് സംഖ്യകളിലും ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാണ്. അതായത് ആദ്യത്തെ അക്കം വലുതായ രണ്ട് സംഖ്യകളുണ്ട് ഈ ഗ്രൂപ്പിൽ. 22നേക്കാൾ വലിയ സംഖ്യകളിലെല്ലാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ്. ഇതുപോലെ 30 മുതൽ 39 വരെയുള്ള ഗ്രൂപ്പ് പരിഗണിച്ചാലോ, രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യ 33 ആണ്. അതിനേക്കാൾ ചെറിയ മൂന്ന് സംഖ്യകളുണ്ട്, 30, 31, 32. ഈ മൂന്ന് സംഖ്യകളിലും ആദ്യത്തെ അക്കമാണ് വലുത്. അതായത് 30 മുതൽ 39 വരെയുള്ള ഗ്രൂപ്പ് പരിഗണിച്ചാൽ മൂന്ന് സംഖ്യകളിൽ ആദ്യത്തെ അക്കം വലുതാണ്. 40 മുതൽ 49 വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാലോ, 4 സംഖ്യകളിൽ ആദ്യത്തെ അക്കം വലുതായിരിക്കും. അതായത് 44നേക്കാൾ ചെറിയ 4 സംഖ്യകൾ, 40, 41, 42, 43. ഇതുപോലെ 90 മുതൽ 99 വരെയുള്ള സംഖ്യകൾ പരിഗണിച്ചാലോ, അവിടെ 9 സംഖ്യകളുണ്ട് ആദ്യത്തെ അക്കം വലുതായത്. രണ്ടക്കങ്ങളും തുല്യമായ സംഖ്യ 99 ആണ്. ബാക്കിയുള്ള സംഖ്യകളെല്ലാം അതിൽ ചെറുതാണ്. 90, 91, 92, 93, 94, 95, 96, 97, 98. ഈ 9 സംഖ്യകളിലും ആദ്യത്തെ അക്കമാണ് വലുത്. അതായത് ആദ്യത്തെ അക്കം വലുതായ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 1 + 2 + 3 + +9 ആണ്. ഇത് ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക 9 × 10/2 ആണ്, അഥവാ 45 ആണ്. ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത ആദ്യത്തെ അക്കം വലുതായ സംഖ്യകളുടെ എണ്ണം ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം, അഥവാ 45/90 ആണ്. ചുരുക്കിയാൽ 1/2 എന്ന് കിട്ടും. ഇനി ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത കാണണം. എല്ലാ രണ്ടക്ക സംഖ്യകളും പരിഗണിച്ചാൽ ഒന്നുകിൽ രണ്ടക്കങ്ങളും തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ അക്കം വലുതായിരിക്കും, അതുമല്ലെങ്കിൽ ആദ്യത്തെ അക്കം ചെറുതായിരിക്കും.
ഇവിടെ 9 സംഖ്യകളിൽ രണ്ടക്കങ്ങളും തുല്യമാണ്. 45 സംഖ്യകളിൽ ആദ്യത്തെ അക്കമാണ് വലുത്. 45 പ്ലസ് 9 54 അതായത് ആകെയുള്ള 90 സംഖ്യകളിൽ 54 പരിഗണിച്ചാൽ ഒന്നുകിൽ രണ്ടക്കങ്ങളും തുല്യമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ അക്കം വലുതാണ്. അപ്പോൾ ബാക്കിയുള്ള 36 സംഖ്യകളിൽ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത 36/90 ആണ്. 4 × 9 36, 10 × 9 90. അപ്പോൾ ഇതിനെ 4/10 എന്ന് എഴുതാം. വീണ്ടും ചുരുക്കിയാൽ 2/5 എന്ന് എഴുതാം. അതായത് ആദ്യത്തെ അക്കം ചെറുതാകാനുള്ള സാധ്യത 2/5 ആണ്. മൂന്നാമത്തെ ചോദ്യം. രണ്ടക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകളായാലോ? ആദ്യം ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്ന് നോക്കാം. ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90 ആണ്. ഈ 90 സംഖ്യകൾ ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഖ്യ എടുത്ത് അതിലെ അക്കങ്ങൾ ഗുണിക്കുന്നു. അത് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. എന്താണ് അഭാജ്യ സംഖ്യ? രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. ആ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 1ഉം രണ്ടാമത്തെ സംഖ്യ അതേ സംഖ്യയുമായിരിക്കും. ഉദാഹരണമായി 2 ഒരു അഭാജ്യ സംഖ്യയാണ്. അതിന്റെ ഘടകങ്ങൾ 1ഉം 2ഉം മാത്രമാണ്. അഥവാ 2നെ 1 × 2 = 2 എന്ന് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ 3 അടുത്ത അഭാജ്യ സംഖ്യയാണ്. അതിനെ 1 × 3 = 3 എന്ന് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. അഥവാ അതിന്റെ ഘടകങ്ങൾ 1ഉം 3ഉം മാത്രമാണ്. അതുപോലെ 5ഉം 7ഉം അടുത്ത അഭാജ്യ സംഖ്യകളാണ്. എന്നാൽ 9 ഒരു അഭാജ്യ സംഖ്യയല്ല. കാരണം അതിന്റെ ഘടകങ്ങൾ 1ഉം 9ഉം മാത്രമല്ല, 3ഉം കൂടിയുണ്ട്. അതായത് 9നെ 1 × 9 = 9 എന്ന് എഴുതാം, 3 × 3 = 9 എന്ന് എഴുതാം. അതുകൊണ്ട് 9 ഒരു അഭാജ്യ സംഖ്യയല്ല. അതായത് ഒരക്കമുള്ള അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7 ഇവയാണ്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ അതിൽ ഒരു സംഖ്യ 1 ആയിരിക്കണം, മറ്റേ സംഖ്യ ഒരു അഭാജ്യ സംഖ്യയായിരിക്കണം. കാരണം എല്ലാ അഭാജ്യ സംഖ്യകൾക്കും രണ്ട് ഘടകങ്ങൾ മാത്രമേയുള്ളൂ. അത് 1ഉം അതേ സംഖ്യയുമാണ്. ഇവിടെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ ഒരക്കം 1 ആയിരിക്കണം, മറ്റേ അക്കം ഒരു അഭാജ്യ സംഖ്യയായിരിക്കണം. ഒരക്കമുള്ള അഭാജ്യ സംഖ്യകൾ 4 എണ്ണമാണ്. 2, 3, 5, 7 ഇവ. 1ഉം 2, 3, 5, 7 ഇവയും ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്ന സംഖ്യകൾ നോക്കാം. 1നെ ആദ്യ അക്കമായി എടുത്താൽ 12, 13, 15, 17 എന്നിങ്ങനെ 4 സംഖ്യകൾ എഴുതാം. 1നെ രണ്ടാമത്തെ അക്കമായി എടുത്താൽ 21, 31, 51, 71 എന്നിങ്ങനെ 4 സംഖ്യകൾ എഴുതാം. അതായത് ഈ 8 സംഖ്യകളിലും അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത 8/90 ആണ്. 4 × 2 8, 45 × 2 90. അപ്പോൾ ഇതിനെ 4/45 എന്നെഴുതാം. ഇനി രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകൾ പരിഗണിച്ചാലോ? ആദ്യം ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്ന് നോക്കാം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 ആണ്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോ? അത് 99 ആണ്. അപ്പോൾ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 999 - 99 അഥവാ 900 ആണ്. ഈ മൂന്നക്ക സംഖ്യകളിൽ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയായ എത്ര സംഖ്യകളുണ്ട് എന്ന് നോക്കാം. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവണമെങ്കിൽ ആ സംഖ്യയിലെ രണ്ടക്കങ്ങൾ 1 ആയിരിക്കണം, മൂന്നാമത്തെ അക്കം ഒരു അഭാജ്യ സംഖ്യയായിരിക്കണം. 2, 3, 5, 7 ഇവയാണ് ഒരക്കമുള്ള അഭാജ്യ സംഖ്യകൾ. അപ്പോൾ രണ്ടൊന്നുകളും 2, 3, 5, 7 ഇവയും ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്ന സംഖ്യകൾ നോക്കാം. ആദ്യത്തെ രണ്ടക്കങ്ങൾ 1 ആയി
112, 113, 115, 117 എന്നിങ്ങനെ 4 സംഖ്യകൾ എഴുതാം. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഒന്നായാലോ? 121, 131, 151, 171 എന്നിങ്ങനെ 4 സംഖ്യകൾ എഴുതാൻ കഴിയും. ഇനി അവസാനത്തെ രണ്ടക്കങ്ങൾ ഒന്നായാലോ? 211, 311, 511, 711 ഇങ്ങനെ 4 സംഖ്യകൾ എഴുതാം. അതായത് ഈ 12 സംഖ്യകളിലും അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യയാകാനുള്ള സാധ്യത 12/900 ആണ്. 4 × 3 12, 300 × 3 900. അപ്പോൾ ഇതിനെ 4/300 എന്ന് എഴുതാം. 1 × 4 4, 75 × 4 300. അപ്പോൾ ഇതിനെ ചുരുക്കി 1/75 എന്ന് എഴുതാം. അതായത് അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യയാകാനുള്ള സാധ്യത 1/75 ആണ്. നാലാമത്തെ ചോദ്യം, 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടുകൾ ഒന്നിച്ചുരുട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക എന്താണ്? പകിടുകളിൽ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ് എഴുതിയിട്ടുള്ളത്. ഈ 2 പകിടുകളും ഒരുമിച്ച് ഉരുട്ടുമ്പോൾ നമുക്ക് ഒരു ജോഡി സംഖ്യകൾ കിട്ടുന്നു. ആകെ ജോഡികളുടെ എണ്ണം എത്രയായിരിക്കും? ഒന്നാമത്തെ പകിടയിൽ 6 സംഖ്യകളാണുള്ളത്, 1 മുതൽ 6 വരെയുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പകിടയിലും 6 സംഖ്യകളാണുള്ളത്. അതുകൊണ്ട് ആകെ ജോഡികളുടെ എണ്ണം 6 × 6 അഥവാ 36 ആണ്. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെയാവാം എന്ന് നോക്കാം. ഏറ്റവും ചെറിയ ജോഡി 1 1 ആണ്. അതായത് 2 പകിടുകളും 1 കാണിക്കുമ്പോഴുള്ള ജോഡി. ഇതിന്റെ തുക 2 ആണ്. അതായത് ഏറ്റവും ചെറിയ തുക 2 ആണ്. ഏറ്റവും വലിയ തുകയോ? അത് 12 ആണ്. കാരണം ഏറ്റവും വലിയ ജോഡി 6 6 ആണ്. അതായത് 2 പകിടുകളും 6 കാണിക്കുമ്പോഴുള്ള ജോഡി. ഏറ്റവും ചെറിയ തുക 2ഉം ഏറ്റവും വലിയ തുക 12ഉം ആണെന്ന് നാം കണ്ടു. 1 മുതൽ 6 വരെ തുടർച്ചയായ എല്ലാ സംഖ്യകളും പകിടുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 മുതൽ 12 വരെയുള്ള എല്ലാ സംഖ്യകളും തുകകളായി കിട്ടും. അതായത് സാധ്യമായ തുകകൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവയാണ്. ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണെന്ന് കാണണം. അതിന് ഈ ഓരോ തുകയും കിട്ടാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം. 1 + 1 = 2. അതായത് തുക 2 ആവുന്ന ഒരു ജോഡി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുക 2 ആവാനുള്ള സാധ്യത 1/36 ആണ്. 1 + 2 = 3, 2 + 1 = 3. അതായത് തുക 3 ആവുന്ന 2 ജോഡികളുണ്ട്. 1 2, 2 1. അതുകൊണ്ട് തുക 3 ആക്കാനുള്ള സാധ്യത 2/36 ആണ്. 1 + 3 = 4, 2 + 2 = 4, 3 + 1 = 4. അതായത് തുക 4 ആവുന്ന 3 ജോഡികളുണ്ട്. അതുകൊണ്ട് തുക 4 ആവാനുള്ള സാധ്യത 3/36 ആണ്. ഇനി തുക 5 ആവുന്ന ജോഡികൾ നോക്കാം. 1 + 4, 2 + 3, 3 + 2, 4 + 1. തുക 5 ആവുന്ന 4 ജോഡികളുണ്ട്. അതുകൊണ്ട് തുക 5 ആവാനുള്ള സാധ്യത 4/36 ആണ്. ഇനി തുക 6 ആവുന്ന ജോഡികൾ നോക്കാം. 1 + 5, 2 + 4, 3 + 3, 4 + 2, 5 + 1. തുക 6 ആവുന്ന 5 ജോഡികളുണ്ട്. അതുകൊണ്ട് തുക 6 ആവാനുള്ള സാധ്യത 5/36 ആണ്. ഇനി തുക 7 ആവുന്ന ജോഡികൾ നോക്കാം. 1 + 6, 2 + 5, 3 + 4, 4 + 3, 5 + 2, 6 + 1. തുക 7 ആവുന്ന 6 ജോഡികളുണ്ട്. അതുകൊണ്ട് തുക 7 ആവാനുള്ള സാധ്യത 6/36 ആണ്. ഇനി തുക 8 ആവുന്ന ജോഡികൾ നോക്കാം. 1 + 7 = 8. എന്നാൽ 7 ഒരു പകിടിയും കാണിക്കുന്ന സംഖ്യയല്ല. അതുകൊണ്ട് ആ ജോഡി പരിഗണിക്കാൻ കഴിയില്ല. 2 + 6 = 8, 3 + 5 = 8, 4 + 4 = 8, 5 + 3 = 8, 6 + 2 = 8. ഇങ്ങനെ 5 ജോഡികൾ മാത്രമേ തുക 8 കിട്ടുന്നതായി ഉള്ളൂ. അതുകൊണ്ട് തുക 8 ആകാനുള്ള സാധ്യത 5/36 ആണ്. ഇനി തുക 9 ആവുന്ന സംഖ്യകൾ നോക്കാം.
1+8 പരിഗണിക്കാൻ കഴിയില്ല. 2+7 പരിഗണിക്കാൻ കഴിയില്ല. 3+6, 4+5, 5+4, 6+3 ഇങ്ങനെ 4 ജോഡികൾ മാത്രമേ തുക 9 ആവുന്നതായി ഉള്ളൂ. അതുകൊണ്ട് തുക 9 ആവാനുള്ള സാധ്യത 4/36 ആണ്. ഇനി തുക 10 ആവുന്ന ജോഡികൾ നോക്കാം. 1+9 പരിഗണിക്കാൻ കഴിയില്ല. 2+8 പരിഗണിക്കാൻ കഴിയില്ല. 3+7 പരിഗണിക്കാൻ കഴിയില്ല. 4+6, 5+5, 6+4 ഇങ്ങനെ 3 ജോഡികൾ മാത്രമേ തുക 10 ആവുന്നതായി ഉള്ളൂ. അതുകൊണ്ട് തുക 10 ആവാനുള്ള സാധ്യത 3/36 ആണ്. ഇനി തുക 11 ആവുന്ന ജോഡികൾ നോക്കാം. 6+5, 5+6 എന്നിങ്ങനെ 2 ജോഡികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുക 11 ആവാനുള്ള സാധ്യത 2/36 ആണ്. ഇനി തുക 12 ആവുന്ന ജോഡികൾ നോക്കാം. 6+6 = 12. ഈ ഒരു ജോഡി മാത്രമേ തുക 12 ആവുന്നതായി ഉള്ളൂ. അതുകൊണ്ട് തുക 12 ആവാനുള്ള സാധ്യത 1/36 ആണ്. ഏറ്റവും സാധ്യത കൂടുതലുള്ള തുക 7 ആണെന്ന് കാണാം. കാരണം 1 മുതൽ 6 വരെയുള്ള എല്ലാ സംഖ്യകളും ഉപയോഗിച്ച് തുക 7 ആക്കാൻ കഴിയും. എന്നാൽ തുക 8 ആവുമ്പോൾ 1 ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം 1+7 ആണ് 8. 7 ഒരു പകടിയും കാണിക്കുന്ന സംഖ്യയല്ല. അതുപോലെ 5 എടുക്കുമ്പോഴോ 6 ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ 6ഉം ഒരു സംഖ്യയും കൂട്ടിയാൽ 5 കിട്ടില്ല. 78ാമത്തെ പേജിലെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഈ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.